രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ്സിൽ തിരിച്ചെടുക്കാൻ സമയമായി. ഇനി അത് അമാന്തിക്കരുത്. അദ്ദേഹത്തിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും നീക്കം ചെയ്തു. പക്ഷേ അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കേട്ടു, മരണം വരെ കോൺഗ്രസ്സുകാരനായി ജീവിക്കും, ഔദ്യോഗിക പദവി ഉണ്ടെങ്കിലും ഇല്ലേലും. അതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. കേരളത്തിലെ മിക്ക മണ്ഡലങ്ങളിലെയും ചെറുപ്പക്കാരികളും തലമുതിർന്ന അമ്മച്ചിമാരും ഒക്കെ രാഷ്ട്രീയ ഭേദമന്യേ ജാതി ഭേദമന്യേ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയൊക്കെ അവർക്ക് വളരെ വിശ്വാസമാണ്. തങ്ങളുടെ പ്രശ്നങ്ങളിൽ അവർ നേരിട്ട് വന്ന് ഇടപെടും എന്നാണ് അവർ കരുതുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാർ ഭൂരിപക്ഷം പേരും ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും അംഗീകരിക്കുന്നു. അവരുടെ ശത്രുക്കൾ അല്ല എതിർപക്ഷത്തുള്ള SFI DYFIയിലെ വിവരമുള്ളവരും ഇവരോട് സമരസത്തിൽ തന്നെയാണ് പോകുന്നത്, എതിർപ്പില്ല എന്നാണ് കരുതുന്നത്. കാരണം അവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനായി 3 കേസുകൾ നിലവിലുണ്ട് നമുക്കറിയാം. ആ 3 കേസിലും അദ്ദേഹത്തിന് ജാമ്യത്തിലാണ്. ആ കേസിൻ്റെ രണ്ടാമത്തെ പെൺകുട്ടിയുടെ ഒരു മൊഴി കൊടുത്തെന്നും മനസ്സിലാവുന്നുണ്ട്. 2023 സംഭവം ഇപ്പോൾ ഒരു മൊഴി കൊടുക്കുക, 2026 മൊഴി കൊടുക്കുക, അതിനുശേഷം അവരെ മെഡിക്കൽ പരിശോധന നടത്തുക. അതൊക്കെ തീർച്ചയായിട്ടും ഡിലേയ്ഡാണ്. അതൊന്നും ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വീക്ക് കേസായിട്ട് അത് കണക്കാക്കാൻ കഴിയുള്ളൂ കോടതിക്ക്. അതുകൊണ്ട് 3 കേസിനകത്തും രാഹുൽ മാങ്കൂട്ടത്തിനൊരു ശിക്ഷ വരാനുള്ള സാധ്യത വളരെ കുറവാണ്, വളരെ ബ്ലീക്കാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. പാലക്കാട്ട് അദ്ദേഹം അവിടുത്തുകാരനല്ല, അടൂർകാരനാണ്, അല്ലെങ്കിൽ തിരുവല്ല അവിടെയാണ്, അല്ലെങ്കിൽ പത്തനംതിട്ടയിലക്കാരനാണ്. അദ്ദേഹം പാലക്കാട്ട് പോയി മത്സരിച്ചപ്പം ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടുമെന്ന് ആരും കരുതിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയും അദ്ദേഹത്തിനോട് ആൾക്കാർക്ക് അദ്ദേഹത്തിനുള്ള ഇഷ്ടവും അദ്ദേഹത്തെ ഓരോരുത്തരുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം നേരിട്ട് വന്ന് ഇടപെടുകയും അവരോടൊപ്പം ചേരുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്ന പ്രവണത. മറ്റു ചില മിസ്കോണ്ടക്റ്റ് അദ്ദേഹത്തിൻ്റെ പേരിൽ പറയുന്നുണ്ട്. അത് അദ്ദേഹം അങ്ങോട്ട് പോയി എന്തെങ്കിലും ചെയ്തതായിട്ട് നമുക്ക് എവിഡൻസ് വരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിനെ സമീപിക്കുകയാണ് പലരും. അതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റുകുറ്റം പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിയമത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് ഒരു കുറ്റക്കാരനായി ഈ 3 കേസിൽ ഒരു കൺവിഷൻ വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഒരു കുറ്റച്ചാർജ് കൊടുത്ത് അദ്ദേഹത്തെ ശിക്ഷിപ്പിക്കാനോ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നിയമപരമായി അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് ആ കേസിൻ്റെ സ്വഭാവം മനസ്സിലാക്കുമ്പം നമുക്ക് തോന്നുന്നത്. അതേസമയത്ത് അദ്ദേഹം അടുത്ത ഇലക്ഷനിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പ്രാഥമികമായ കോൺഗ്രസിൻ്റെ അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തിനെ ഒഴിവാക്കി. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനല്ല, പക്ഷേ അദ്ദേഹം ഒരു MLA ആണ്. അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം അടുത്ത ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ നഷ്ടമാകും. അതിനുശേഷം അദ്ദേഹം കോൺഗ്രസ് പാർട്ടി സീറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ പാലക്കാട് തന്നെ അദ്ദേഹം ഇൻഡിപെൻഡൻ്റായിട്ട് മത്സരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹത്തിനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ ധാരാളം കോൺഗ്രസ്സുകാരുണ്ട്, ധാരാളം സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, അമ്മച്ചിമാരുണ്ട്, അപ്പൂപ്പന്മാരുണ്ട്. അവരൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ഉപദ്രവിച്ച ആരാണ്, അദ്ദേഹത്തിനെതിരായിട്ട് നടപടിയെടുത്തത് ആരാണ്, അവർക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറയും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ മുഖ്യമന്ത്രിയാകാൻ കൊതിച്ചിരിക്കുന്ന 3-4 വൻ മരങ്ങൾ കടപുഴുകി വീഴും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് സപ്പോർട്ടുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ആൾക്കാരുണ്ട്. അത് കോൺഗ്രസ്സുകാർക്ക് ഇപ്പം അവരുടെ രാഹുൽ മാങ്കൂട്ടത്തിനോട് സപ്പോർട്ടും സിമ്പതൈസ് ഉള്ള ആൾക്കാർക്ക് അവരുടെ വോട്ട് ലഭിക്കാനുള്ള സാധ്യത ഈ വൻ തോക്കുകൾക്ക് ഉണ്ടാകില്ല. അവർ കടപുഴകി വീഴും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതേസമയത്ത് കോൺഗ്രസ്സിലെ അദ്ദേഹത്തിനെ തിരിച്ചെടുക്കുന്നതായിരിക്കും ഉചിതമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇതുപോലെ മിസ്കോണ്ടക്റ്റ് ഉള്ള 1-2 പേര് കോൺഗ്രസ്സിൽ തന്നെ MLA ഉണ്ട്. അവർക്കെതിരായിട്ട് കേസുണ്ട്, CPM പാർട്ടിയിലും ഉണ്ട്. അവർക്കൊന്നും നിയമപരമായ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തടസ്സമില്ല. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ മാത്രം മാറ്റി നിർത്തിയത്? ആ മാറ്റി നിർത്തിയത് ആരാണ്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണ്, അവർക്ക് എന്തായാലും വോട്ട് കുറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല. അതുകൊണ്ട് കോൺഗ്രസ്സിലെ ലീഡർഷിപ്പ്, കോൺഗ്രസ്സിലെ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിലുള്ള ലീഡർഷിപ്പും
രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രാഥമിക അംഗത്വം തിരിച്ചു കൊടുത്ത് കോൺഗ്രസ്സുകാരനായിട്ട് അടുത്ത ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന മുമ്പ് അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാരനായിട്ട് പ്രഖ്യാപിക്കണം എന്നതാണ് ഞാൻ പറയുന്നത്. കാരണം കോൺഗ്രസ്സിന് ഒരു നല്ലൊരു ചാൻസ് ഇത്തവണ ഉണ്ടെങ്കിലും അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എടുത്ത തീരുമാനം ശരിയായിട്ടില്ല. കാരണം പറയുന്ന രീതിയിൽ ആർക്കും കോൺഗ്രസ്സുകാർക്കൊന്നും സി പി എമ്മിനെ തള്ളിപ്പറയാനോ അല്ല സി പി എമ്മിനെ അത്ര ശക്തിയില്ലാത്തവരാണെന്ന് കണക്കാക്കാൻ ഒക്കില്ല. കേരളത്തിലെ നല്ലൊരു ശതമാനം വോട്ടേഴ്സ് ഇന്നും സി പി എമ്മിൻ്റെ പുറയിലാണ്. 30% വോട്ട് അവർക്ക് ലഭിക്കും എന്നാണ് അതിന് കണക്കാക്കുന്നത്. അവരെ 35-37% അവർക്ക് വോട്ട് ലഭിക്കുന്ന ആ 7% അല്ലെങ്കിൽ അത്ര ആൾക്കാർ അവരിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. അത് പാർട്ടി അണികളിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട്. അത് കോൺഗ്രസ്സിന് നേട്ടമുണ്ടാക്കേണ്ടതാണ്. പക്ഷേ ബേസിക്കായിട്ടുള്ള അവരുടെ വോട്ടുകൾ തട്ടിത്തെറിപ്പിക്കാൻ കഴിയില്ല. അതൊരു 30%, 29-30% ഉണ്ടാകും എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ മറക്കരുത്. കോൺഗ്രസ്സിൽ ഇപ്പോൾ മുഖ്യമന്ത്രി മോഹമായിട്ട് നടക്കുന്ന 3-4 സീനിയർ നേതാക്കന്മാർ അവർ ഇലക്ഷനിൽ ജയിച്ചു വന്നെങ്കിൽ മാത്രമേ അവർക്ക് ആ സ്ഥാനത്തിരിക്കാൻ ഒക്കുകയുള്ളൂ. ആരും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു നേതാവ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലപ്പത്ത് വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഇനി അടിയന്തരമായിട്ട് രാഹുൽ മാങ്കൂട്ടനെ തിരിച്ചെടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.